സർ, ഇവള് ഇന്റെ ഇന്നലെ വരെ അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇന്ന് രാവിലെ എണീച്ചപ്പോ എന്താണ് അൺകോൺഷ്യസാ. നോർമലി എന്താ നമ്മള് വീട്ടിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ജോലിക്ക് പോയി വരുന്നവരെയൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞായറാഴ്ച സൺഡേ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ അവളിങ്ങനെ ബോഡി ഇങ്ങനെ ഒരു വേദന ഉണ്ട് എന്നുള്ള രീതിയിൽ മാത്രമേ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോൾ എന്തേനില്ല, എണീക്കണില്ല. പിന്നെ ബോഡി കൈയും കാലൊക്കെ ഭയങ്കര എന്തുണ്ട് തണുത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അവൾ ചുണ്ട് ഒരു നീല കളറുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു, ആംബുലൻസ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച്. പിന്നെ എന്താ റീസൺ എന്നുള്ളത് കറക്റ്റ് അറിയില്ല. കാരണം നോർമലി ഇന്നലെ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. കുഴപ്പമൊന്നും പെട്ടെന്ന് ഉണ്ടായിരുന്നില്ല. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു പെറ്റ് ഡോഗ് ഉണ്ട്. പിന്നെ അവൾ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു. പിന്നെ ഡോഗായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചതാണോ എന്നുള്ളത് അറിയില്ല. ഒരു കേസ് വന്നല്ലോ, ഫീമെയിൽ പേഷ്യന്റ് ആണ്, 56 ഫീമെയിൽ പേഷ്യന്റ് ആണ്. ചീഫ് കംപ്ലൈന്റ് എന്താ വെച്ചാല് വർക്ക് കഴിഞ്ഞ് ഡ്രൈവ് വന്നപ്പോൾ സഡൻ ഡ്യൂറേഷൻ വിത്ത് അൺകോൺഷ്യസ് ആണ്. പിന്നെ എക്സ്ട്രീമിറ്റീസ് ഒക്കെ കോൾഡ് ആണ്, ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ സൈനസസ് ഉണ്ട് എക്സ്ട്രീമിറ്റീസിൽ. പിന്നെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടായിരുന്നു 24 മണിക്കൂറിനുള്ളിൽ. പിന്നെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പേഷ്യന്റ് സൺഡേ ആഫ്റ്റർ, അതായത് തലേന്ന് ഉച്ചവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴാണ് ബോഡി പെയിനും മെലേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പേഷ്യന്റ് വേറൊരു എക്സ്പോഷർ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ പേഷ്യന്റിന് സ്കിന്നിൽ ചെറിയൊരു മൈനർ ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കൂടാതെ പേഷ്യന്റ് ഒരു പെറ്റും കൂടി ഉണ്ട്. അപ്പോൾ ആ പെറ്റ് വൂണ്ട് ലീക്ക് ചെയ്തപ്പോഴാണ് എക്സ്പോഷർ വന്നതെന്നുള്ളൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഉണ്ട്. അപ്പോൾ സൂണോട്ടിക് ഇൻഫെക്ഷൻ ആണെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ എന്ത് ഇന്റർവെൻഷൻ നോക്കാം.